എല്ലാവർക്കും ഡിജിറ്റ് മേളത്തിന് മറ്റൊരു അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബജറ്റ് സ്മാർട്ട് ഫോണാണ്. റെഡ്മിയുടെ 8 എന്ന മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. റെഡ്മിയുടെ 8 നമുക്കറിയാം. റെഡ്മിയുടെ 8A കഴിഞ്ഞ മാസം വിപണിയിലെത്തിയൊരു ഫോണാണ്. ഒരു 7000 താഴെ വാങ്ങിക്കാവുന്ന ഒരു ഫോണായിരുന്നത്. ഇതും ഏകദേശം അതേ റേഞ്ച് തന്നെയാണ്. 799 ആണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതാണ് ഫോണ്. 7999 ഫോണാണിത്. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ റെഡ്മിയുടെ K20 എന്ന പോലെയുള്ള ഫോണുകളുടെ ഒരു ഫീലിംഗ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കൈ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതും 7999 ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ തന്നെയാണ്. കാരണം നല്ല സ്റ്റൈലിഷ് ഡിസൈൻ, നല്ല ബെസ്റ്റ് ഒരു ഇതാണ് അവർ നൽകിയിരിക്കുന്നത്. അതിന് എൻ്റെ ഇരിക്കുന്ന റെഡ് വേരിയൻ്റാണ്. 7999 രൂപയാണ് ഈ ഫോണിൻ്റെ വില. അപ്പോൾ നമുക്ക് ചാർജറിലേക്ക് കിടക്കാം. 5000 mAh ബാറ്ററി ലൈഫ്. ഓഫ് കോഴ്സ് ഫാസ്റ്റ് ചാർജിങ് നമുക്കതിൽ നൽകിയിട്ടുണ്ട്. സി ടൈപ്പാണ്. അപ്പോൾ ഇതാണ് റെഡ്മിയുടെ 8 എന്ന സ്മാർട്ട് ഫോൺ. ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. ഡുവൽ ക്യാമറ നൽകിയിട്ടുണ്ട്. റെഡ്മി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻഡ് ബൈ ഷവമി. അപ്പോൾ 7999 രൂപയ്ക്ക് റെഡ്മി 8 അതിൽ എന്തൊക്കെ അവർ ഫീച്ചറിൽ എന്തൊക്കെ അവർ നൽകിയിരിക്കുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.22 ഇഞ്ചിൻ്റെ HD+ ഡോട്ട് നോച്ച് ഡിസ്പ്ലേ. ഇത് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫസ്റ്റ് ഈ ഫോൺ കാണുമ്പോൾ നമ്മളൊരു 12-13 റേഞ്ച് വിചാരിക്കും. ബട്ട് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത് എത്തിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം അതിൻ്റെ ഡിസൈനും ആ കയ്യിലെടുത്തപ്പോൾ ഒരു ഫീലും ഒക്കെ. 19.9 ഡിസ്പ്ലേ റേഷ്യോ. പിന്നെ അടുത്തിട്ട് പറയേണ്ടത് ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ചാണ്. വെറും ആവറേജ് പ്രോസസ്സർ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 439. തീർച്ചയായിട്ടും ഓഫ് എന്ന് പറയാം, ഒരു ആവറേജ് തന്നെയാണ്. നമുക്കൊരു 7999 രൂപ, ഏകദേശം ഒരു 8000 രൂപയ്ക്ക് നമുക്ക് അതിലും കൂടി കുറച്ചും കൂടി ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രോസസ്സറിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നു. കാരണം അസൂസിൻ്റെ ഫോണൊക്കെ ഇപ്പോൾ 8000 മാക്സ് M2 ഒക്കെ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 636 ആ റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 439 നൽകിയത് വളരെ കുറഞ്ഞു പോയി എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ പുതിയ പൈ 2 വേരിയൻറ്റിൽ ഇതിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 GB റാമും 4 GB റാമും. 32 and 64, 3+32, 4+64 ഇങ്ങനെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 512 GB വരെ നമുക്കിതിൻ്റെ മെമ്മറി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 12+2 മെഗാപിക്സലിൻ്റെ സോണി IMX363 ഡുവൽ ബാക്കാണ് നൽകിയിരിക്കുന്നത്. സെൽഫിയിലേക്ക് വരുവാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. 5000 mAh ബാറ്ററി ലൈഫാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 7999 രൂപയ്ക്ക് പ്രോസസ്സർ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളും ബെസ്റ്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം വില 7999 രൂപയേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഡിസ്പ്ലേ, സ്റ്റൈലിഷ് ഡിസൈൻ, പിന്നെ സോണിയുടെ IMX363 സെൻസറിലാണ് ഇത് എത്തിയിരിക്കുന്നത്. 12+2 ഡുവൽ, 5000 mAh ബാറ്ററി ലൈഫ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് കരുതാം. ഇത് ഇപ്പോൾ നമുക്ക് ഇനി വരുന്ന ഫെസ്റ്റിവൽ ഓഫറിലൂടെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും റെഡ്മിയുടെ 8 എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റ് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് പ്രോ ഈ 2 വീഡിയോ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഓപ്ഷനിൽ നമുക്ക് അപ്പോൾ ക്യാമറയിൽ വീഡിയോയിലാകുമ്പോൾ വീഡിയോ ആൻഡ് ഷോർട്ട് വീഡിയോ ഈ 2 ഓപ്ഷനുകളേ ഉള്ളൂ. നമുക്ക് ക്യാമറയിൽ സോണിയുടെ സെൻസറൊക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വെളിച്ചത്തിൽ എടുത്ത് പിക്ക് നല്ല ക്ലാരിറ്റി കാഴ്ചവെക്കുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ക്ലാരിറ്റിനെ വെളിച്ചത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അല്ലാതെ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇതിപ്പോൾ ഫുൾ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളെടുത്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്ലാരിറ്റി അത് കാഴ്ചവെക്കുന്നുണ്ട്.
അപ്പോൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ സ്ലോ മോഷൻ ഇല്ല. വീഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റിയിൽ 2 ഓപ്ഷൻ ഉണ്ട്. 720p ഉണ്ട്, 1080p ഉണ്ട്. അപ്പോൾ പോർട്രേറ്റ് മോഡ്. അപ്പോൾ ക്യാമറയിൽ വലിയ വ്യത്യാസമൊന്നും തന്നെയില്ല. നോർമൽ റെഡ്മിയുടെ ഒരു ബജറ്റ് ഫോണിലെത്തുന്ന ഓപ്ഷനുകളൊക്കെ തന്നെയുള്ളൂ. ഫോട്ടോയും പോർട്രേറ്റും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ എടുത്ത് പറയാൻ. വീഡിയോയിലും ഓക്കെ അതൊക്കെ തന്നെയുള്ളൂ. ബട്ട് ഇതിൻ്റെ വിലയ്ക്കനുസരിച്ച് ഉള്ള ഒരു കാര്യം ഷവോമി നൽകിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന റിയൽമിയുടെ മറ്റ് ഫോണുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ റിയൽമിയുടെയൊക്കെ 5ൽ ഇതിലും അഡീഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒരു മൈനസ് ആയിട്ട് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ബട്ട് ഈ ഫോണിൻ്റെ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ ഡിജിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇട്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പെർഫോമൻസും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത് റെഡ്മിയുടെ 8 എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ അവർ ബാക്കിൽ കുറേ ഇതുകളൊക്കെ ഉണ്ട്. AI ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, വയർലെസ് FM റേഡിയോ, പിന്നെ മൈക്രോ SD കാർഡ് വഴി നമുക്ക് വർദ്ധിപ്പിക്കാം, ടൈപ്പ് C കണക്ടർ, ഗോറില്ല ഗ്ലാസിൻ്റെ 5 ഉണ്ട്. എൻ്റെ ഇരിക്കുന്നത് 4GB റാം വേരിയൻ്റാണ്. 4GB 64GBയുടെ വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ റെഡ്മിയുടെ 8 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു ബജറ്റ് റേഞ്ചിൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ചോദിക്കുന്നുണ്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു ബജറ്റ് റേഞ്ചിൽ സജസ്റ്റ് ചെയ്യാവുന്ന ഫോൺ. അപ്പം ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ കൂട്ടത്തിലേക്ക് ഒരു സ്റ്റൈലിഷ് ഫോൺ എന്ന് നമുക്ക് പറയാം റെഡ്മിയുടെ ഈ 8 എന്ന സ്മാർട്ട് ഫോൺ. കാരണം മോശമല്ല, ഈ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഒന്നും ഗെയിമിങ്ങും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് മെയിനായിട്ട് വേണ്ടത് ഫോൺ ഒരു സ്റ്റൈലിഷ്, കയ്യിലിരിക്കുമ്പോൾ ഒരു വില, പിന്നെ അതിൻ്റെ ക്യാമറയും. അപ്പോൾ അത്തരത്തിൽ നോക്കാവുന്ന ഒരു ഫോണായിട്ട് നമുക്കിതിന് കാണാൻ സാധിക്കും. ഒരു ഗെയിമിങ്ങിന് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണല്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ തന്നെ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.